നഗരം രഞ്ജിത്തിന് ഒരു തുറന്ന ശവപ്പറമ്പായി മാറുകയായിരുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സിമന്റ് കെട്ടിടങ്ങൾ, ഉഷ്ണതരംഗങ്ങൾ പോലെ ആഞ്ഞടിക്കുന്ന വാഹനങ്ങളുടെ ശബ്ദം എല്ലാം അവന്റെ ഉള്ളിലെ ആഴത്തുള്ള മുറിവുകളെ കൂടുതൽ നീട്ടിക്കൊണ്ടിരുന്നു. കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ സ്ക്രീനിലെ കോഡിംഗ് വരികളിൽ തങ്ങി നിന്നില്ല. ഒരു വർഷം മുൻപ് സംഭവിച്ച ഭയാനകമായ ഒരു ഓർമ്മയുടെ നിഴലിൽ അവ തപ്പിത്തടഞ്ഞു. ഒരു ശാപമായി അവനെ പിന്തുടരുന്ന ആരോ തന്നെ വിളിക്കുന്നത് പോലുള്ള ഏകാന്തതയുടെ ശബ്ദം. സ്ഥിരമായി വർക്ക് ഫ്രം ഹോം ലഭിച്ചത് അവനൊരു അവസരമായിരുന്നില്ല, മറിച്ച് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസാന ശ്രമമായിരുന്നു. രഞ്ജിത്ത് അതൊരു ആവശ്യമായി കണ്ടു. പശ്ചിമഘട്ടത്തിന്റെ തണുപ്പ് തന്റെ മനസ്സിനെ ശമിപ്പിക്കുമെന്ന് അവൻ വ്യാമോഹിച്ചു. ആ മലഞ്ചെരിവിലെ കാഴ്ചകൾ തന്റെ ഭീകരമായ ഓർമ്മകളെ മായ്ച്ചു കളയുമെന്നും അവൻ വിശ്വസിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ സോഷ്യൽ മീഡിയ ഫീഡിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചിത്രത്തിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. ഇരുളും പച്ചപ്പും ഇടകലർന്ന ഒരു മലഞ്ചെരിവ്. ഫോട്ടോയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിഴലിന് അവനെ അറിയാമെന്ന് അവന് തോന്നി. അടിക്കുറിപ്പിൽ എഴുതിയിരുന്നത് കേവലം വയനാടൻ ഗ്രാമം എന്നായിരുന്നില്ല, മറിച്ച് മനുഷ്യസ്പർശമേൽക്കാത്ത ഏകാന്തത, പൂർണ്ണമായ നിശബ്ദത, നിങ്ങൾക്കായി മാത്രം എന്നായിരുന്നു. അതവനെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രേതശബ്ദം പോലെ അവന്റെ ചെവിയിൽ മുഴങ്ങി. തെരഞ്ഞെടുത്തത് ഒരു ഉൾനാടൻ മലയോര ഗ്രാമത്തിലെ ഹോം സ്റ്റേ ആയിരുന്നു, കൈരളി ഹോം സ്റ്റേ. പേരിൻ്റെ ലാളിത്യം അവനെ ആകർഷിച്ചെങ്കിലും ചിത്രങ്ങളിൽ ആ കെട്ടിടത്തിന് ഒരു പഴമയുടെ ഗന്ധമുണ്ടായിരുന്നു. കുന്നിൻ ചരിവുകളിൽ തനിയെ നിൽക്കുന്ന, വിജനതയിലേക്ക് കണ്ണുനട്ടു നിൽക്കുന്ന ഒരുതരം ഭാന്തമായ സൗന്ദര്യം. അജ്ഞാതമായ ഒന്നിനെ തേടുന്ന ഒരു വെപ്രാളത്തോടെ അവൻ 6 മാസത്തെ വാടകയായ 66,000 രൂപ ഒരൊറ്റ ട്രാൻസ്ഫറിൽ ഉടമയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു. ഉടമ ജോസ് ചേട്ടൻ. നാട്ടുകാർ സ്നേഹത്തോടെ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന നരച്ച താടിയും ചിരിക്കുന്ന കണ്ണുകളുമുള്ള മനുഷ്യൻ. അയാളുടെ ആ ചിരിയിൽ പോലും ഒരു അപരിചിതത്വം രഞ്ജിത്ത് കണ്ടിരുന്നു. ഒരു തരം ഇവിടെ വരുന്നവരുടെ കഥകളെല്ലാം എനിക്കറിയാമെന്ന മട്ടിലുള്ള ഒരു നിഗൂഢത. എല്ലാം നല്ല രീതിയിൽ തുടങ്ങി, അല്ലെങ്കിൽ രഞ്ജിത്ത് അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ കൊച്ചി വിടുന്നതിന് മുൻപ് താൻ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ച പഴയൊരു ഫോട്ടോഗ്രാഫ് അവൻ്റെ മേശപ്പുറത്ത് തലകീഴായി കിടന്നിരുന്നു. ആരോ വെച്ചതുപോലെ. അവനതെടുത്തില്ല. പക്ഷേ ആ നിഴൽ അവൻ്റെ യാത്രയിലുടനീളം മനസ്സിനെ പിന്തുടർന്നു. വയനാടൻ കാട്ടിന് രഞ്ജിത്തിൻ്റെ മുഖത്തെ ചൂട് അല്പം ശമിപ്പിക്കാൻ കഴിഞ്ഞു. ടാറിട്ട റോഡിൽ വണ്ടി നിർത്തി ജോസ് ചേട്ടൻ ചിരിച്ചുകൊണ്ട് താഴോട്ട് കൈ ചൂണ്ടി. രഞ്ജിത്ത് താഴോട്ട് നോക്കി. അതൊരു വഴിയായിരുന്നില്ല, ഒരു വെല്ലുവിളിയായിരുന്നു. കൈരളി ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് 250-300 മീറ്റർ താഴെയാണ്. നിബിഡവനത്തിൻ്റെ ഇരുളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പരുപരുത്തതും പായൽ പിടിച്ചതുമായ ചെങ്കുത്തായ കൽപ്പടവുകൾക്ക് താഴെ ഓരോ പടിയും ചരിഞ്ഞും ഒടിഞ്ഞും കിടന്നു. പകൽ വെളിച്ചത്തിൽ പോലും സൂര്യരശ്മി എത്തിച്ചേരാൻ മടിക്കുന്ന അത്രയും വിജനത. ആ പടവുകൾ അവസാനിക്കുന്നത് കുന്നിൻ ചരിവിൽ ഒരു കൂട്ടം ഏലച്ചെടികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന 3 മുറികളുള്ള പഴക്കമുള്ള കെട്ടിടത്തിലാണ്. ഇതൊരു ചെറിയ ട്രെക്കിംഗ് ആണല്ലോ ചേട്ടാ, രഞ്ജിത്ത് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ ശബ്ദത്തിൽ നേരിയ ഭയം കലർന്നിരുന്നു. ഈ യാത്ര ഒരു രക്ഷപ്പെടലായിരുന്നില്ല, മറിച്ച് ഇരുളിലേക്കുള്ള ഇറങ്ങിപ്പോക്ക് പോലെ അവന് തോന്നി. ഇതാണ് മോനെ ഇവിടുത്തെ ഐശ്വര്യം. ഇവിടം താഴെ ആയതുകൊണ്ട് ആർക്കും ശല്യമില്ല, ജോസ് ചേട്ടൻ പുഞ്ചിരിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകൾ ഹോം സ്റ്റേ കെട്ടിടത്തിന് മുകളിലൂടെ ചന്ദനക്കാടുകളിലേക്ക് പോയതുപോലെ രഞ്ജിത്തിന് തോന്നി. ബാഗുമായി പടവുകൾ ഇറങ്ങുമ്പോൾ രഞ്ജിത്തിൻ്റെ കാലുകൾ വിറച്ചു. ഓരോ പടിയും ഇറങ്ങുന്തോറും വാഹനങ്ങളുടെ ശബ്ദം അകന്നു. പകരം കാടിൻ്റെ നിശബ്ദത അവനെ വിഴുങ്ങാൻ തുടങ്ങി. ആ നിശബ്ദതയിൽ കേൾക്കാൻ കഴിയാത്ത ഒരു മർമ്മരം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ആരോ അവനെ നിരീക്ഷിക്കുന്നതുപോലെ. ഹോം സ്റ്റേയിലെത്തിയപ്പോൾ അകത്തേക്ക് വെളിച്ചം കിടക്കാത്ത മട്ടിലുള്ള ആ 3 മുറികളുള്ള കെട്ടിടം ഒരു പക്ഷിക്കൂട് പോലെ തൂങ്ങിക്കിടന്നു. രഞ്ജിത്തിൻ്റെ മുറി കൃത്യം നടുവിലായിരുന്നു. അതൊരു തടവറയുടെ നടുവിലായിരുന്നു. ഒരറ്റത്തെ മുറി ഒഴിഞ്ഞുകിടക്കുന്നു. മറ്റേ അറ്റത്ത് അശ്വതി എന്ന യുവതി താമസിച്ചിരുന്നു. അവളും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നയാളാണ്. മെലിഞ്ഞ കണ്ണുകളിൽ നക്ഷത്രത്തിളക്കമുള്ള ഊർജ്ജസ്വലയായ പെൺകുട്ടി. ആദ്യമായി അശ്വതിയെ കണ്ടപ്പോൾ രഞ്ജിത്തിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഈ ഏകാന്തതയിൽ താൻ തനച്ചല്ല. എന്നാൽ അശ്വതിയുടെ കണ്ണുകളിൽ രഞ്ജിത്തിനേതിനേക്കാൾ ആഴത്തിലുള്ള വിശദീകരിക്കാൻ കഴിയാത്തൊരു പേടി ഒളിഞ്ഞുകിടക്കുന്നതായി അവന് തോന്നി. ഈ പടവുകൾ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ചേട്ടാ, രഞ്ജിത്ത് ചോദിച്ചു. അശ്വതി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇവിടേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ തിരിച്ചു കയറിപ്പോകാൻ പെട്ടെന്ന് തോന്നില്ല. ആ വാചകം രഞ്ജിത്തിൻ്റെ നെഞ്ചിൽ ഒരു തണുപ്പ് കോരിയിട്ടു. തിരിച്ചു കയറിപ്പോകാൻ പെട്ടെന്ന് തോന്നില്ല. പുറത്തുനിന്നുള്ള വെളിച്ചവും ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുപോലെ അവന് തോന്നി. അവൻ 1 വർഷം മുൻപ് സംഭവിച്ച ഇരുളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു ഇരുളിലേക്ക് സ്വയം എത്തിച്ചേർന്നതുപോലെ. പുതിയ സുഹൃത്ത് രഞ്ജിത്തിനൊരു താൽക്കാലികം ആശ്വാസം നൽകി. അശ്വതിയുടെ സജീവമായ സാന്നിധ്യം ഹോം സ്റ്റേയിലെ പഴകിയ ചുമരുകൾക്കിടയിൽ ഒരു നേരത്തെ വെളിച്ചം പോലെയായിരുന്നു. ലാപ്ടോപ്പിലെ ജോലി,
ഇടയ്ക്ക് കോഫി ബ്രേക്കുകൾ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ ഈ സാധാരണത്തിന് താഴെ അദൃശ്യമായ ഒരു ഭീഷണി പതിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ജോസ് ചേട്ടൻ്റെ ഏലത്തോട്ടം വിശാലവും എല്ലായ്പ്പോഴും ഈർപ്പമുള്ളതുമായിരുന്നു. കാറ്റടിക്കുമ്പോൾ ഇലകൾ ഉരസി ഒരു നേർത്ത മർമ്മരം പുറപ്പെടുവിക്കും. വൈകുന്നേരം 4 മണിക്ക് ശേഷം രഞ്ജിത്തും അശ്വതിയും ആ തോട്ടത്തിലൂടെ നടക്കാൻ പോകും. എങ്കിലും രഞ്ജിത്ത് ഈ മലയിടുക്കുകളുമായി ഇഴകിച്ചേരുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ നേരിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അശ്വതി ശ്രദ്ധിച്ചു. ചില രാത്രികളിൽ രഞ്ജിത്തിൻ്റെ മുറിയിൽ നിന്ന് ഒരു നേർത്ത മൂളൽ ശബ്ദം കേൾക്കാം. ഉറക്കത്തിൽ ആരോടോ സംസാരിക്കുന്നത് പോലെ ഭയവും ദുഃഖവും കലർന്ന ഒരു ശബ്ദം. അശ്വതി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ ഉറക്കമുണരുമ്പോൾ ക്ഷീണിതനായിരിക്കും. കണ്ണിനടിയിൽ കറുത്ത പാടുകൾ പടർന്നിട്ടുണ്ടാകും. രഞ്ജിത്തെ, നിങ്ങളിന്ന് നേരത്തെ കിടന്നോ? വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. അശ്വതി ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി വിചിത്രമായിരുന്നു. അതൊന്നുമില്ല അശ്വതി, നല്ല ഉറക്കമായിരുന്നു. ഈ തണുപ്പ് കാരണം ചിലപ്പോൾ. അവൻ്റെ കണ്ണുകൾ അവളെ നോക്കാതെ മുറിയുടെ ഇരുണ്ട മൂലകളിലേക്ക് പോകും. അവരുടെ സായാഹ്ന നടത്തങ്ങൾ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറാൻ തുടങ്ങി. ഏലച്ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ എങ്ങുനിന്നോ ഒരു തണുത്ത കാറ്റ് അവരെ ചുറ്റിപ്പണയും. സാധാരണ തണുപ്പായിരുന്നില്ല അത്. ചുറ്റുമുള്ള അന്തരീക്ഷം മൊത്തമായി താഴ്ന്നുപോയതുപോലെ ഒരു മരവിപ്പ്. ആ തണുത്ത കാറ്റടിക്കുമ്പോൾ രഞ്ജിത്തിന്റെ മുഖം വിവർണമാവുകയും അവൻ അറിയാതെ തന്നെ അവന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഒരു ദിവസം തോട്ടത്തിന്റെ ഏറ്റവും താഴത്തെ അറ്റത്ത് ചെങ്കുത്താഴ് പടവുകൾ അവസാനിക്കുന്നിടത്തെത്തിയപ്പോൾ അശ്വതി ഒരു സുഗന്ധം ശ്രദ്ധിച്ചു. അത് ഏലത്തിൻ്റെയോ കാടിൻ്റെയോ ആയിരുന്നില്ല. ശുദ്ധമായ തീവ്രമായ ചന്ദനത്തിന്റെ ഗന്ധം. അവിടെ ചന്ദനമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചന്ദനത്തിന്റെ മണം? അശ്വതി അത്ഭുതപ്പെട്ടു. രഞ്ജിത്ത് ആ മണം ആസ്വദിക്കുന്നതുപോലെ കണ്ണുകൾ അടച്ചു നിന്നു. ആഹാ, എന്തു നല്ല മണമാണ്! എനിക്ക് ഭയങ്കര ഇഷ്ടായി മണം. അവൻ സന്തോഷവാനായി കാണപ്പെട്ടു. പക്ഷേ അവന്റെ സന്തോഷം അല്പം അതിരുവിട്ടതായിരുന്നു. അവന്റെ ഈ നിശബ്ദമായ മാറ്റങ്ങൾ അശ്വതിയുടെ ഉള്ളിലൊരു അസ്വസ്ഥതയുണ്ടാക്കി. രഞ്ജിത്ത് നഗരത്തിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും അവൻ മറ്റൊരു ശക്തിക്ക് സ്വയം അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നവൾ ഭയന്നു. ആ ഭയം അവളുടെ ഉറക്കം കെടുത്തി. അവൾ കൂടുതൽ സമയം രഞ്ജിത്തിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവന്റെ മുറിയിലെ ഇരുട്ട് കട്ടികൂടുന്നതുപോലെ, അവന്റെ ഉള്ളിലെ ഏതോ വാതിൽ തുറക്കപ്പെടുന്നതുപോലെ. 2.5 മാസങ്ങൾ കഴിഞ്ഞു. വിഷുവിന്റെ വരവറിയിച്ച് അന്തരീക്ഷത്തിൽ പുതിയ തണുപ്പ് നിറഞ്ഞു. ഗ്രാമവാസികളുടെ ആചാരമനുസരിച്ച് വിഷുവിന് 2 ദിവസം മുൻപ് തന്ത്രിയോടൊപ്പം എല്ലാവരും താഴത്തെ പഴയ കുടിയേറ്റ ഗ്രാമത്തിലേക്ക് പോകും. രഞ്ജിത്തും അശ്വതിയും ആകാംക്ഷയോടെയാണ് യാത്ര തിരിച്ചത്. പടവുകൾ ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യം കണ്ടത് കുളങ്ങര ദേവിയുടെ കാവ്. അതൊരു ക്ഷേത്രമായിരുന്നില്ല, കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയ മണ്ഡപം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പായലും വള്ളിച്ചെടികളും ചുറ്റിപ്പിണഞ്ഞ ആ കാവിൽ ഒരുതരം അസ്വസ്ഥത തങ്ങി നിന്നു. ആരാധനയുടെ ശാന്തതയായിരുന്നില്ല അവിടെ, മരിച്ച് കാത്തിരിപ്പിന്റെ ഒരു ഭീകരമായ നിശബ്ദത. കാവിനു പിന്നിലായി ആഴത്തിലുള്ള ഇരുളിലേക്കിറങ്ങിപ്പോകുന്ന തീർത്തും വിജനമായ ചന്ദനക്കാട്. രഞ്ജിത്ത് ഏലത്തോട്ടത്തിൽ വെച്ച് അനുഭവിച്ച അതേ തീവ്രമായ അസ്വസ്ഥജനകമായ സുഗന്ധം അവിടെ കാറ്റിന് കടുപ്പമേകി. ചന്ദനക്കാടിന്റെ നിഴലുകൾക്കപ്പുറം വിശാലമായ തട്ടക്കാട്, പുൽമേട് പരന്നുകിടന്നു. അതിന്റെ ഓരത്തായി ഒരു ചെറിയ കുളം. കുളത്തിലെ വെള്ളം കറുത്തും മരവിച്ചുമിരുന്നു. കുളത്തിന്റെ നടുവിൽ പായൽ മൂടിയ 1 അടി മാത്രം ഉയരമുള്ള ഒരു തുരുത്ത്. അത് വെറും തുരുത്തായിരുന്നില്ല, ഒരു കറുത്ത കരിങ്കല്ല് പോലെ നൂറ്റാണ്ടുകളായി അവിടെ കിടന്ന് ആ ഗ്രാമത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും ആവാഹിച്ചെടുത്തതുപോലെ. എന്തു ഭംഗിയാ രഞ്ജിത്ത്! അശ്വതി ഏകാശ്രത്തോടെ പറഞ്ഞു. പക്ഷേ അവളുടെ ശബ്ദത്തിലും ഒരു വിറയലുണ്ടായിരുന്നു. ഭംഗി മാത്രമല്ല അശ്വതി, രഞ്ജിത്ത് മറുപടി പറഞ്ഞു. അവന്റെ കണ്ണുകൾ സാധാരണയിലധികം തിളങ്ങി. ഇതൊരു വിളി പോലെ തോന്നുന്നു, നമ്മൾ ഇത്രയും കാലം തിരഞ്ഞൊരിടം. അവൻ തുരുത്തിനെ ചൂണ്ടി. ആ തുരുത്ത് കണ്ടോ? ആ തുരുത്തിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ നിമിഷം രഞ്ജിത്തിന്റെ കണ്ണുകളിൽ ഒരുതരം ഭ്രാന്തമായ തിളക്കം അശ്വതി കണ്ടു. നക്ഷത്രങ്ങൾ തൊട്ടുനിൽക്കുന്നത്ര അടുത്തു തോന്നിക്കുന്ന ആ രാത്രിയിൽ ആ തട്ടക്കാട്ടിൽ ഒരു രാത്രി തങ്ങാൻ അവർക്ക് ഭ്രാന്തമായൊരു ഊർജ്ജ തോന്നി. നമുക്കൊരു ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? അശ്വതിയുടെ ചോദ്യം അവളുടെ മനസ്സിൽ നിന്ന് വന്നതായിരുന്നോ എന്നവൾക്ക് സംശയമായി. അതോ ആ അന്തരീക്ഷം അവളെക്കൊണ്ട് പറയിച്ചതാണോ? ഗ്രേറ്റ് ഐഡിയ! രഞ്ജിത്ത് ആവേശത്തിലായി. അവന്റെ ശബ്ദത്തിൽ അവന്റെ പഴയ ഞാനില്ലായിരുന്നു, പുതിയ അപകടകരമായ ഒരു ആവേശം മാത്രം. ഗ്രാമവാസികൾ ആ നിഗൂഢതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. രാത്രിയിൽ തട്ടക്കാട്ടിൽ പുള്ളിപ്പുലിയെ കാണാറുണ്ട് കുട്ടികൾ, വേണ്ട. കാവിനടുത്ത് രാത്രി തങ്ങുന്നത് നല്ലതല്ല. രഞ്ജിത്ത് ചിരിച്ചു. ഭയം അവന്റെ മുഖത്തുനിന്ന് മാഞ്ഞുപോയിരുന്നു. പുലി വരുന്നുണ്ടെങ്കിൽ വരട്ടെ, ഈ കാടിന്റെ ഭംഗിക്ക് എന്ത് പുലി? അവന്റെ കണ്ണുകൾ വീണ്ടും തുരുത്തിലേക്ക് പോയി. ആ നിമിഷം രഞ്ജിത്തിനെ ഭയം നിയന്ത്രിക്കുന്നില്ല,
മറിച്ചും മറ്റേതോ ശക്തിയോ വികാരമോ അവനെ നയിക്കുന്നതായി അശ്വതി ഭയന്നു. ആ തട്ടക്കാട്, കുളം, കറുത്ത തുരുത്ത്, ഈ 3 ഘടകങ്ങളും രഞ്ജനായി വലവിരിച്ചു കഴിഞ്ഞിരുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്ന രഞ്ജിത്തിന് ഗ്രാമവാസികളുടെ മുന്നറിയിപ്പ് ഒരു വെല്ലുവിളിയായി. പുലി വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നവൻ പറഞ്ഞെങ്കിലും അതൊരു സാധാരണ സാഹസികന്റെ വാക്കുകളായിരുന്നില്ല. മറിച്ച് ആ നിഗൂഢമായ സ്ഥലത്തേക്ക് അവനെ വലിച്ചടുപ്പിക്കുന്ന ഒരു അദൃശ്യശക്തിയുടെ പ്രതിധ്വനിയായിരുന്നു അത്. ആദ്യ ക്യാമ്പിംഗ്. അവർ തട്ടക്കാട്ടിൽ കാവിനു നേരെ എതിർവശത്തായി ചന്ദനക്കാടിന്റെ നിഴൽ വീഴുന്ന ഒരിടത്ത് ടെന്റ് സ്ഥാപിച്ചു. പകൽ മുഴുവൻ സൂര്യൻ ഉണക്കി നിർത്തിയ പുൽമേടുകൾ സൂര്യൻ അസ്തമിച്ചതോടെ നിശബ്ദമായ തണുപ്പിലേക്ക് മടങ്ങി. അവർ തീകൂട്ടി ഭക്ഷണം കഴിച്ച് തണുപ്പിൽ പരസ്പരം ചേർന്ന് ചിരിച്ചും സംസാരിച്ചുമിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് താഴെ കുളത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിന് ഒരുതരം ഈർപ്പമുള്ള പഴകിയ മണമുണ്ടായിരുന്നു. ആ മണം രഞ്ജിത്തിനെ അസ്വസ്ഥനാക്കിയില്ല. അവനത് ആഴത്തിൽ ശ്വാസം വലിച്ചെടുത്തു. അവൻ്റെ കണ്ണുകളിൽ വീണ്ടും ആ ഭ്രാന്തമായ തിളക്കം വന്നു. നിങ്ങൾ ഓക്കെയാണോ രഞ്ജിത്ത്? അശ്വതി മെല്ലെ ചോദിച്ചു. ഞാനിപ്പോൾ പൂർണ്ണമായും ഓക്കെയാണ് അശ്വതി. ഈ സ്ഥലം എന്നെ റീചാർജ് ചെയ്യുന്നു. അവൻ പുഞ്ചിരിച്ചു. പക്ഷേ അവൻ്റെ പുഞ്ചിരി അവളിലൊരു തണുപ്പാണ് നിറച്ചത്. രാത്രി ഏറെയായി. തീ കെട്ടു, കൽക്കരി മാത്രം ചുവന്നു കിടന്നു. അവർ ടെന്റിനുള്ളിൽ പ്രവേശിച്ചു കിടന്നു. ചുറ്റുമുള്ള നിശബ്ദത കാടിൻ്റേതായിരുന്നില്ല, അത് ഭയത്തിൻ്റെ നിശബ്ദതയായിരുന്നു. കാറ്റ് ടെന്റിൻ്റെ പുറത്ത് ഉരസിപ്പോകുമ്പോൾ അതൊരു നേർത്ത സ്ത്രീയുടെ മർമ്മരം പോലെ തോന്നി. ആദ്യ ക്യാമ്പിംഗ് അനുഭവം ഭയം കലർന്ന ജോഷോടെ അവർ പൂർത്തിയാക്കി. അവിടെ ക്യാമ്പ് ചെയ്തതിനു ശേഷം രഞ്ജിത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവന് 2 ആഴ്ചയിലൊരിക്കൽ അവിടെ പോകുന്നതൊരു ശീലമായി മാറി, ഒരുതരം ആസക്തി. ആ തുരുത്തിനടുത്ത് ചെന്നാലേ എനിക്കിപ്പോൾ ഉറങ്ങാൻ കഴിയൂ എന്നവൻ അശ്വതിയോട് പറയുമായിരുന്നു. ആ 1 മാസത്തിനുള്ളിൽ തണുപ്പിൽ പരസ്പരം ചേർന്നിരുന്ന് ഭയത്തെ ഒരുമിച്ച് നേരിട്ട് രഞ്ജിത്തും അശ്വതിയും പ്രണയത്തിലായി. അവരുടെ പ്രണയം ആ നിഗൂഢമായ സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിചിത്രമായി വളർന്നു. അവർ ഒരുമിച്ച് താമസിക്കാനായി 2ആയി മടക്കി വെച്ചാൽ ഒരു ചെറിയ ബാഗിൽ ഒതുങ്ങുന്ന വലിയൊരു ഡബിൾ സൈസ് ടെന്റ് വാങ്ങി. അവരുടെ ലോകം പൂർണ്ണമായതായി അവർക്ക് തോന്നി. ആ തട്ടക്കാട്, കുളം, കറുത്ത തുരുത്ത്, ഈ 3 ഘടകങ്ങളും രഞ്ജനായി വലവിരിച്ചു കഴിഞ്ഞിരുന്നു. പുതിയ ടെന്റുമായുള്ള ആദ്യ യാത്ര. പഴയ ടെന്റിനേക്കാൾ വലുതും സൗകര്യപ്രദവുമായ പുതിയ ഡബിൾ സൈസ് ടെന്റ് അവർ തട്ടക്കാട്ടിയ അതേ ഇഷ്ടസ്ഥലത്ത് സ്ഥാപിച്ചു. കുളത്തിനടുത്തായി ചന്ദനക്കാടിന്റെ നിഴൽ വീഴുന്നയിടത്ത്. അന്ന് രാത്രി പതിവിലും കൂടുതൽ തണുപ്പായിരുന്നു. തീ കായലെടുത്ത് ഇരുവരും സംസാരിച്ചിരുന്നു. രഞ്ജിത്ത് അന്നൊരു പഴയ കഥയാണ് പറഞ്ഞത്. തൻ്റെ മുൻ ഭാര്യ സരികയെക്കുറിച്ച്. 1 വർഷം മുൻപ് നടന്ന കാർ അപകടത്തിൽ അവൾ മരിച്ചതിനെക്കുറിച്ച്. സരികയുടെ ഓർമ്മ അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു. ഒരു തരം ദുഃഖം. പക്ഷേ അതിൽ കുറ്റബോധത്തിൻ്റെ ഒരു നേരിയ അംശം ഒളിഞ്ഞുകിടക്കുന്നതായി അശ്വതിക്ക് തോന്നി. ഇപ്പോൾ എനിക്കവൾ നഷ്ടപ്പെട്ട ദുഃഖമില്ല രഞ്ജിത്ത്, അവൻ പറഞ്ഞു. ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നതുമുതൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്നും തോന്നുന്നു. അവൻ്റെ കണ്ണുകൾ കുളത്തിലെ കറുത്ത വെള്ളത്തിൽ തങ്ങി നിന്നു. അത്താഴം കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയവർ ഉറങ്ങാൻ കിടന്നു. ചന്ദനത്തിൻ്റെ തണുത്ത മണം ടെന്റിനുള്ളിൽ നിറഞ്ഞു. ഏകദേശം 11:30 അടുപ്പിച്ച്. സമയം കൃത്യമായി രഞ്ജിത്തിന് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഭീകര നിമിഷം അവൻ്റെ ഉള്ളിൽ ഒരു മണി മുഴങ്ങുന്നതുപോലെ അവൻ അറിഞ്ഞു. പെട്ടെന്ന് അവൻ്റെ അരികിൽ കിടന്നിരുന്ന അശ്വതി ഞെട്ടിപ്പിടഞ്ഞു. രഞ്ജിത്ത്, ആരെങ്കിലും എൻ്റെ കഴുത്ത് ഞെരിക്കുന്നു. അവളുടെ ശബ്ദം ഒരു നേർത്ത ഞരക്കമായി മാറി. രഞ്ജിത്ത് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഇരുട്ടിൽ അവൻ അശ്വതിയുടെ മുഖം കണ്ടില്ല. പക്ഷേ അവളുടെ ശരീരം ഒരു അമാനുഷിക ശക്തിയുടെ പിടിയിലെന്ന പോലെ പിടയുകയായിരുന്നു. അവൻ അവളെ പിടിക്കാൻ കൈനീട്ടിയപ്പോൾ അവൾ അവൻ്റെ കൈകളിൽ നിന്ന് തെന്നിമാറി. അവളുടെ ശരീരം മെല്ലെ ടെന്റിൻ്റെ തുണിയെ സ്പർശിക്കാതെ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് രഞ്ജിത്ത് ഭയന്ന് സ്തംഭിച്ചുപോയി. മുകളിലേക്ക് ഉയരുന്ന അശ്വതിയുടെ കണ്ണുകൾ തുറന്നു പിടിച്ച നിലയിലായിരുന്നു. അവളുടെ വായിൽ നിന്ന് ഒരു നേർത്ത എന്നാൽ തീവ്രമായ മൂളൽ പുറപ്പെട്ടു. ആ മൂളൽ മനുഷ്യൻ്റേതായിരുന്നില്ല. അത് ദേഷ്യവും ദുഃഖവും പ്രതികാരവും നിറഞ്ഞ ഒരു അലർച്ചയായിരുന്നു. അവളുടെ കഴുത്തിൽ കറുത്ത കൈവിരലുകൾ ശക്തിയായി അമർത്തുന്ന ഒരു രൂപം രഞ്ജിത്തിന് തോന്നി. അവൾ പിടഞ്ഞു. അവരുടെ കാലുകൾ വായുവിൽ ശക്തിയായി ചലിച്ചു. വിടവളൽ! രഞ്ജിത്ത് അലറി. അവളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകൾ ശൂന്യതയിൽ തട്ടിമാറി. ടെന്റിൻ്റെ തുണിയിൽ അദൃശ്യമായൊരു ശക്തി തല്ലുന്നതുപോലെ ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് ആ ശക്തി അവളെ താഴെയിട്ടു. അവൾ നിലത്ത് ആഞ്ഞു വീണു. ടെന്റ് കുലുങ്ങി. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. രഞ്ജിത്ത് പരിഭ്രാന്തനായി ഫോണെടുത്ത് ജോസ് ചേട്ടനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ റേഞ്ച് കിട്ടിയില്ല. ഈ മലയിടുക്ക് അവരെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. അശ്വതിയുടെ ശരീരം നിലത്ത് കിടന്ന് വലിച്ചെറിയപ്പെടുന്നതുപോലെ കിടന്നു. അവളുടെ ശ്വാസം ഒരു നേർത്ത ഒച്ചയായി മാറി.
അവളെ ഉപദ്രവിച്ച ആ അദൃശ്യശക്തി ടെന്റിനുള്ളിൽ നിന്ന് വിട്ടുപോയെന്ന് രഞ്ജിത്തിന് തോന്നി. അവൻ അവളെ തോളിലിട്ട് വേഗം ടെന്റിന് പുറത്തേക്ക് ഓടി. ചുറ്റും കനത്ത ഇരുട്ട്, കാവിലെ ഭീകരമായ നിശബ്ദത ചെവിയിൽ മുഴങ്ങി. ആകാശം മേഘാവൃതമായി, നിലാവ് മറഞ്ഞിരിക്കുന്നു. കാവിൽ നിന്ന് വന്ന തണുത്ത കാറ്റിന് ചന്ദനത്തിന്റെയും ഇപ്പോൾ കത്തുന്ന എന്തോ ഒന്നിന്റെയും രൂക്ഷഗന്ധമുണ്ടായിരുന്നു. അവരുടെ തീകായലിടം ഇപ്പോഴും പുകഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനടുത്ത് അവൻ കണ്ട കാഴ്ച അവന്റെ നെഞ്ചിടിപ്പ് നിശ്ചലമാക്കി. അത് വെറുമൊരു തീയായിരുന്നില്ല, ഒരു തരം ഹോമം പോലെ ആളിപ്പടർന്നു. ആ തീജ്വാലയിൽ അശ്വതിയുടെ പുതിയ ലെതർ ഷൂസുകൾ കത്തുന്നതായി കണ്ടു. ഷൂസുകൾ, അവൾ പുതിയതായി വാങ്ങിയ ടെന്റിനുള്ളിൽ തലയിണയ്ക്കടുത്ത് സൂക്ഷിച്ച ഷൂസുകൾ. ഒരു കൈ പോലും അതിൽ സ്പർശിക്കാതെ അവ എങ്ങനെ തീയിലേക്ക് വന്നു? തീജ്വാലയിൽ ലെതർ ചുരുണ്ട് ഉരുകി ദുർഗന്ധം പരത്തി. ആ കാഴ്ച ഭയപ്പെടുത്തുന്ന ഒരു ആചാരം പോലെ തോന്നി. ആ കത്തുന്ന ഷൂസുകളിൽ നിന്ന് കണ്ണെടുത്തപ്പോൾ അവർ കണ്ടു, കുളത്തിന്റെ കരയിൽ കറുത്ത പാവാടയും നനഞ്ഞ ജാക്കറ്റും അണിഞ്ഞ ഒരു സ്ത്രീയുടെ നിഴൽ രൂപം. കൃത്യമായ രൂപമില്ലാത്ത വെറും കറുത്ത ഔട്ട്ലൈൻ മാത്രം. അവളുടെ മുടി വെള്ളം പോലെ പിന്നിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. അവൾ സാവധാനം, യാതൊരു ഭാവവുമില്ലാതെ, ഒരു നേർത്ത പാദസരത്തിന്റെ മാത്രം ശബ്ദത്തിൽ കുളത്തിലൂടെ നടന്നു പോകുകയാണ്. വെള്ളം അവളുടെ കാൽമുട്ടിനപ്പുറം ഉയരുന്നില്ല. ആ കാഴ്ച രഞ്ജിത്തിന്റെ തലച്ചോറിനെ മരവിച്ചു. അവൾ തുരുത്തിലേക്ക് വെള്ളത്തിലൂടെ നടക്കുകയാണ്. ആ നിഴൽ തുരുത്തിന്റെ നടുവിലെ പായർ മൂടിയ കറുത്ത തുരുത്തിനു പിന്നിൽ അപ്രത്യക്ഷമായി. രഞ്ജിത്ത് നിലവിളിക്കാനോ ഓടാനോ കഴിയാതെ നിന്നുപോയി. അവന്റെ ശരീരം തളർന്നു. അവന്റെ ശ്രദ്ധ കറുത്ത നിഴലിൽ നിന്നും കത്തുന്ന ഷൂസുകളിലേക്ക് തിരിഞ്ഞു. അവൾ അശ്വതിയുടെ വസ്ത്രം കത്തിച്ചിരിക്കുന്നു. അവളെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. അവൻ വേഗം ടെന്റിലേക്ക് തിരികെ ഓടി അശ്വതിയെ ഉണർത്തി. അവൾ ഇപ്പോഴും ബോധങ്ങനാത്തിലായിരുന്നു. അവളുടെ കഴുത്തിൽ കൈവിരലുകളുടെ കറുത്ത അടയാളങ്ങൾ വ്യക്തമായിരുന്നു. ഒരു തരം കറുപ്പ് കലർന്ന തടിപ്പ്. മനുഷ്യന്റെ കൈവിരലുകളായിരുന്നില്ല അവ. നീളമുള്ളതും വളഞ്ഞതുമായ വിചിത്രമായ അടയാളങ്ങൾ. ഇതൊരു ദുസ്വപ്നമല്ല, യഥാർത്ഥമായിരുന്നു. രഞ്ജിത്ത്, എനിക്ക് പേടിയാകുന്നു. നമ്മളിത് നിർത്തണം. ഈ സ്ഥലം, ഈ തുരുത്ത്, നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അശ്വതിയുടെ ശബ്ദം തേങ്ങലായി. രഞ്ജിത്ത് ശാന്തനായി കാണപ്പെട്ടു. ഒരുതരം മരവിപ്പ് അവന്റെ മുഖത്ത് നിഴലിച്ചു. അവന്റെ കണ്ണുകളിൽ ഭയത്തേക്കാൾ അധികം മറ്റേതോ ആകർഷണശക്തി നിറഞ്ഞിരുന്നു. അവൻ സമ്മതിച്ചു. ശരി അശ്വതി, നമുക്ക് നിർത്താം. ഈ സ്ഥലം ശരിയല്ല. അശ്വതി ഉടൻ തന്നെ കൈരളി ഹോം സ്റ്റേ വിടാൻ തീരുമാനിച്ചു. ആ കെട്ടിടവും താഴേക്കുള്ള ചെങ്കുത്തായ പടവുകളും അവൾക്ക് തടവരയായി തോന്നി. അവൾ ഗ്രാമത്തിലെ മറ്റൊരു ഹോം സ്റ്റേയിലേക്ക് താമസം മാറി, സുരക്ഷിതമായ ഒരിടത്തേക്ക്. എന്നാൽ രഞ്ജിത്തോ, അവൻ കൈരളി ഹോം സ്റ്റേയിൽ തുടർന്നു. അശ്വതി അവനെ നിർബന്ധിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞുമാറി. എനിക്കിവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ തീർക്കാനുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ വിട്ടു പോകാൻ കഴിയില്ല. നീ പോയിക്കോളൂ, ഞാൻ പിന്നീട് വരാം. അശ്വതിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ മരണം മുന്നിൽ കണ്ടിട്ടും അവൻ ആ സ്ഥലത്തോട് വിട പറയാൻ മടിക്കുന്നു. അതൊരു സ്വാഭാവികമായ ഇഷ്ടമായിരുന്നില്ല, അതൊരു ഭ്രാന്തമായ ആസക്തിയായിരുന്നു. അശ്വതി ഹോം സ്റ്റേ വിട്ടുപോയി. എന്നാൽ രഞ്ജിത്തോ, അവൻ തന്റെ ക്യാമ്പിംഗ് തുടർന്നു, ഒറ്റയ്ക്ക്. അവന്റെ കണ്ണുകൾ എപ്പോഴും തട്ടക്കാട്ടിലെ കുളത്തിൻ നടുവിലുള്ള ആ കറുത്ത തുരുത്തിനെ ലക്ഷ്യം വെച്ചു. അവനുവേണ്ടി വലവിരിച്ച നിഴലിന്റെ വിളിക്ക് അവൻ മറുപടി പറയാൻ തുടങ്ങി. അശ്വതി ഹോം സ്റ്റേ മാറിയതോടെ രഞ്ജിത്തിലെ മാറ്റങ്ങൾ കൂടുതൽ ഭയാനകമായി. അവന്റെ ശരീരം മെല്ലെ അവനല്ലാതായിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ ആരോഗ്യം ക്ഷയിച്ചു. വിളറിയ മുഖം, കണ്ണിനടിയിൽ കറുത്ത പാടുകൾ, എല്ലായ്പ്പോഴും കടുത്ത ക്ഷീണം. അവൻ രാത്രിയിൽ ഉറങ്ങുന്നില്ലെന്ന് അശ്വതി ഉറപ്പിച്ചു. അവൾ മറ്റൊരു ഹോം സ്റ്റേയിൽ നിന്ന് വിളിക്കുമ്പോൾ അവന്റെ സംസാരത്തിൽ പഴയ രഞ്ജിത്തിന്റെ സ്നേഹമോ ദയയോ ഉണ്ടായിരുന്നില്ല. ഒരുതരം ക്രൂരമായ ശൂന്യതയായിരുന്നു അവന്റെ വാക്കുകളിൽ. എന്താ രഞ്ജിത്ത് പറ്റിയത്? നിങ്ങൾ തീരെ വയ്യാതെയിരിക്കുന്നു, അശ്വതി ഭയത്തോടെ ചോദിച്ചു. അവന്റെ മറുപടിയിൽ ദേഷ്യം കലർന്നു. നിനക്കെന്താ? നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എനിക്കിപ്പോൾ നന്നായി ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. നീ പോയത് നന്നായി. ഇവിടെ കൂടുതൽ ശാന്തമാണ്. ചിലപ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ രഞ്ജിത്തിന്റെ ശബ്ദം ഒരു നിമിഷത്തേക്ക് മാറും. അത് കൂടുതൽ കനത്തതും തടുത്തുമായ ഒരു സ്ത്രീ ശബ്ദം പോലെ തോന്നും. ആ മാറ്റം അശ്വതിയെ ഭയപ്പെടുത്തി. ഇവിടെ എന്റെ മുറിയിൽ ഇപ്പോൾ സുഗന്ധമാണ്. നീ വരുമ്പോൾ ദുർഗന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ സരികയുടേതാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അവിടെ അസഭ്യം പറഞ്ഞു. എന്നെ ശല്യപ്പെടുത്തരുത്. എന്റെ വഴി എന്റെ മാത്രം കാര്യമാണ്. നീ നിന്റെ ജോലി നോക്ക്. അവന്റെ സംസാരത്തിൽ ഒരുതരം അഹങ്കാരവും അന്യമായ ഒരു ഉടമസ്ഥതാബോധവും പ്രകടമായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ക്യാമ്പിംഗ് തുടർന്നു. കൃത്യം 2 ആഴ്ച കൂടുമ്പോൾ ടെന്റും ബാഗുമായി അവൻ തട്ടക്കാട്ടിലേക്ക് പോകും. ജോസ് ചേട്ടൻ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകൾ കണ്ടാൽ വേറെ ആരോ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. അവൻ തനിച്ചല്ല, ജോസ് ചേട്ടൻ അശ്വതിയോട് പറഞ്ഞു. ഒരു സന്ധ്യയ്ക്ക് അശ്വതിയും ജോസ് ചേട്ടനും ചേർന്ന് പഴയ കുടിയേറ്റ വീട്ടിലേക്ക് പോയി. കൈരളി ഹോം സ്റ്റേയിലേക്കുള്ള ചെങ്കുത്തായ പടവുകൾക്ക് മുകളിൽ കാടിനഭിമുഖമായി സ്ഥിതി ചെയ്തതായിരുന്നു ആ വീട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ തടിവീടിന്റെ മട്ടുപാവ് കുന്നിൻ ചരിവുകൾക്ക് മുകളിൽ ഒരു നിരീക്ഷണ ഗോപുരം പോലെ നിലകൊണ്ടിരുന്നു. അവർ മട്ടുപാവിൽ ചെന്ന ഒരു ഇരുണ്ട മൂലയിൽ ഒളിച്ചിരുന്നു.
മട്ടുപാവിന്റെ പലകകൾ ജീർണിച്ചിരുന്നു. കാൽ വെച്ചാൽ ശബ്ദമുണ്ടാകും. താഴെ തട്ടക്കാടും കുളവും അവ്യക്തമായി കാണാമായിരുന്നു. അവിടേക്ക് എപ്പോഴും കുളത്തിൽ നിന്ന് വന്ന ആ തണുത്ത ചന്ദനത്തിന്റെ ദുർഗന്ധം കലർന്ന കാറ്റടിച്ചെത്തി. സമയം രാത്രി 10:30 കഴിഞ്ഞു. കാറ്റ് കൂടിക്കൂടി വന്നു. മട്ടുപാവിന്റെ ഭിത്തികളിൽ ആരോ നഖം കൊണ്ട് മാന്തുന്നതുപോലെ ശബ്ദങ്ങൾ. ചേട്ടാ, ഈ വീട്ടിൽ എന്തെങ്കിലും? അശ്വതിയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. ചില പഴയ കാര്യങ്ങളുണ്ട് മോളെ, അതൊന്നും നമുക്കിപ്പോൾ ആലോചിക്കണ്ട, ജോസ് ചേട്ടൻ മന്ത്രിച്ചു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. താഴെ ഹോം സ്റ്റേയിലെ രഞ്ജിത്തിന്റെ മുറിയിലെ വിളക്ക് അണഞ്ഞു. കാടും പുൽമേടും കറുത്ത നിശബ്ദതയിൽ മുങ്ങി. കുളത്തിൽ നിന്ന് നേർത്ത ഒരു മൂളൽ ശബ്ദം കേൾക്കുന്നതായി അശ്വതിക്ക് തോന്നി. അത് രഞ്ജിത്തിനെ വിളിക്കുന്നതുപോലെ. ആ ഭീകരമായ നിമിഷത്തിനായി അവർ കാത്തിരുന്നു. കൃത്യം 11:30. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ പിടികൂടിയ ആ ശക്തിയുടെ ക്രിയ കാണാൻ അവർ വിധിക്കപ്പെട്ടിരുന്നു. സമയം രാത്രി 11:30. ഈ രാത്രിയുടെ അശുഭകരമായ സമയം. കൃത്യം 11:30 ടെന്റിന്റെ സിബ് തുറക്കുന്ന നേർത്ത ശബ്ദം. ആ നിശബ്ദതയിൽ ആ ശബ്ദം പോലും ഒരു നിലവിളി പോലെ തോന്നി. രഞ്ജിത്ത് പുറത്തുവന്നു. ജോസ് ചേട്ടൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അശ്വതി ഭയത്തിൽ കൈകൾ മുറുക്കി. നിലാവില്ലാത്ത ആ രാത്രിയിൽ ആകാശത്തെ കറുത്ത മേഘങ്ങൾ കട്ടപിടിച്ചിരുന്നു. രഞ്ജിത്ത് ഓരോന്നായി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ഒരു നിമിഷം അവൻ തട്ടക്കാട്ടിലെ നിലാവിൽ വിളറി വിളിത്ത ശരീരവുമായി ഒരു പ്രതിമ പോലെ നിന്നു. അവന്റെ ശരീരം മെലിഞ്ഞ് ഊർജം ചോർന്നുപോയ നിലയിൽ. നെഞ്ചിലും കൈത്തണ്ടയിലും കറുത്ത ചരടുപോലുള്ള പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ശേഷം അവൻ യാന്ത്രികമായി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കുളത്തിലേക്ക് നടന്നു. അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു, പക്ഷേ ഒരു ജീവനുമില്ലാത്ത ശൂന്യമായ നോട്ടം. അവൻ കാലുകൾ കുളത്തിലെ കറുത്ത വെള്ളത്തിൽ വെച്ചപ്പോൾ ഒരു ഞെട്ടലുണ്ടായില്ല. വെള്ളം അവന്റെ അരക്കെട്ടിന് താഴെ മാത്രം. അവൻ ഒരു മനുഷ്യനല്ലെന്നുപോലെ വെള്ളത്തിനു മുകളിലൂടെ ഒഴുകി നടക്കും പോലെ തോന്നി. അവന്റെ നടപ്പിൽ ഒരുതരം വിചിത്രമായ താളമുണ്ടായിരുന്നു, ഒരു നൃത്തം പോലെ. അതൊരു സ്വയം സമർപ്പണം, അല്ലെങ്കിൽ ഒരാത്മാഹുതിയുടെ തയ്യാറെടുപ്പ്. അവനോ? അവനല്ല, അത് മറ്റേതോ ശക്തിയാണ്. ജോസ് ചേട്ടൻ മട്ടുപ്പാവിൽ ഒളിച്ചിരുന്ന് ഞെട്ടലോടെ മന്ത്രിച്ചു. യാതൊരു ഭവവ്യത്യാസവുമില്ലാതെ അവൻ കുളത്തിന്റെ നടുവിലെ തുരുത്തിനു പിന്നിലേക്ക് പോയി. തുരുത്തിനു പിന്നിൽ നിന്ന് വെള്ളത്തിലൂടെ ഒഴുകിവരുന്ന ചന്ദനത്തിന്റെയും പഴകിയ പൂക്കളുടെയും രൂക്ഷഗന്ധം മട്ടുപ്പാവ് വരെ എത്തി. തുരുത്തിനു പിന്നിൽ നേർത്ത ഒരു കറുത്ത രൂപം രഞ്ജിത്തിനെ സ്വീകരിക്കുന്നതുപോലെ ഒരു നിഴൽ ചലനം അവർ കണ്ടു. 10-15 മിനിറ്റുകൾ. ആ നിമിഷങ്ങൾ അവർക്ക് യുഗങ്ങളായി തോന്നി. ആ സമയം മുഴുവനും കുളത്തിൽ നിന്ന് വിചിത്രമായ ഒരു നേർത്ത മൂളൽ, ഒരു സ്ത്രീയുടെ ദുഃഖം കലർന്ന സംഗീതം പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ശേഷം അവൻ തിരികെ വന്നു. അതേ യാന്ത്രിക ചലനം. അവൻ വസ്ത്രം ധരിച്ചു ടെന്റിനുള്ളിൽ കയറി. ജോസ് ചേട്ടൻ വിറയ്ക്കുന്ന കൈകളോടെ അശ്വതിയെ നോക്കി. മോളെ, അവൻ പോവുകയാണ്. അവന്റെ ജീവൻ അവൾക്കു വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്കിനി ഒരാളെ മാത്രമേ ആശ്രയിക്കാനാവൂ, കർമ്മി. ജോസ് ചേട്ടൻ ഉറപ്പായി. രഞ്ജിത്ത് അവന്റെ നിയന്ത്രണത്തിലല്ല. അവനെ രക്ഷിക്കാൻ ഇനി ഒരൊറ്റ വഴി മാത്രം. ജോസ് ചേട്ടനും അശ്വതിയും ഭയത്തിൽ നിന്ന് മോചിതരാകാൻ അധികം സമയമെടുത്തില്ല. നേരം പുലരും മുൻപേ ജോസ് ചേട്ടൻ കാവിലെ മുഖ്യ ഗാർമികനായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടു. നമ്പൂതിരി എല്ലാം കേട്ട് ഞെട്ടി. ഇതൊരു സാധാരണ ദുശക്തിയല്ല ജോസേ, പ്രതികാരവാഞ്ചയുള്ള ഏതോ ആത്മാവാണ്. അവനെ തനിയെ വിടരുത്. എനിക്കിത് നേരിട്ട് കൈകാര്യം ചെയ്യാനാവില്ല. ഞാൻ എൻ്റെ ഗുരുനാഥനെ വിളിക്കാം. നമ്പൂതിരി തന്ത്രവിദ്യയിൽ അഗാധമായ അറിവുള്ളയാളും മലയോര ഗ്രാമങ്ങളിലെ ഭയപ്പെടുത്തുന്ന പല സംഭവങ്ങൾക്കും പരിഹാരം കണ്ടയാളുമായ വേലായുധൻ മേനോനെ വിളിച്ചു. വേലായുധൻ മേനോൻ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ആത്മാവ് അവനിൽ കുടികൊള്ളുന്നു, അവനെ തുരുത്തിലേക്ക് ആകർഷിക്കുന്നു. അവൾ ഒരു മാധ്യമത്തിലൂടെ, ഒരു ചിഹ്നത്തിലൂടെ രഞ്ജിത്തിന്റെ ലോകവുമായി ബന്ധം നിലനിർത്തുന്നുണ്ടാകും. ആ ബന്ധം തകർക്കണം. കർമ്മി വേലായുധൻ മേനോന്റെ നിർദ്ദേശം വ്യക്തമായിരുന്നു. ആ ദുശക്തി രഞ്ജിത്തിന്റെ ഒരടയാളം ഇവിടുത്തെ ലോകത്ത് സൂക്ഷിക്കുന്നുണ്ടാകും. അവന്റെയൊപ്പം ക്യാമ്പിങ്ങിന് പോകുന്ന ഒരത്യാവശ്യ സാധനം എനിക്ക് വേണം. ആ മാധ്യമം എവിടെയാണെന്ന് കണ്ടെത്തണം. ഇതൊരു സാഹസിക ദൗത്യമായിരുന്നു. രഞ്ജിത്ത് ഇപ്പോൾ ഹോം സ്റ്റേയിൽ തിരികെ എത്തിയിരിക്കുന്നു. ഭ്രാന്തമായ ചിരിയും ശൂന്യമായ കണ്ണുകളുമായി അവന്റെ മുറിയിൽ അവനുണ്ടാകാം. എങ്കിലും അശ്വതി ഭയമുള്ളിലൊതുക്കി കൈരളി ഹോം സ്റ്റേയിലേക്ക് തിരികെ ചെങ്കുത്തായ പടവുകൾ കയറിപ്പോയി. രഞ്ജിത്ത് സാധാരണ അവന്റെ മേശക്കരികിലെ ഇരുട്ടിൽ ലാപ്ടോപ്പിൽ എന്തോ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അശ്വതി ശബ്ദമുണ്ടാക്കാതെ അവന്റെ മുറിയിലേക്ക് കയറി. അവൾക്ക് വേണ്ടത് രഞ്ജിത്ത് സ്ഥിരമായി ക്യാമ്പിങ്ങിന് പോകാറുള്ള ഒരത്യാവശ്യ വസ്തുവായിരുന്നു, അവന്റെ വെള്ളക്കുപ്പി. അവന്റെ മേശപ്പുറത്ത് അവന്റെ ലാപ്ടോപ്പിനടുത്തായി
ഒരു വെള്ളി നിറത്തിലുള്ള മെറ്റൽ വാട്ടർ ബോട്ടിൽ ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ കുപ്പി കൈക്കലാക്കി. ആ നിമിഷം രഞ്ജിത്ത് തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അവന്റെ ചുണ്ടിലൊരു നേർത്ത ക്രൂരമായ ചിരി. ഇഷ്ടപ്പെട്ടോ അശ്വതി? അവൾ തന്നതാണോ? അത് നന്നായിരിക്കും, രഞ്ജിത്ത് മന്ത്രിച്ചു. അശ്വതി ഒന്നും പ്രതികരിക്കാതെ കുപ്പിയുമായി മുറിയിൽ നിന്ന് പുറത്തേക്കോടി. അവൾക്കറിയാമായിരുന്നു, ഇത് വെറുമൊരു വെള്ളക്കുപ്പിയല്ല. രഞ്ജിത്തും ആ നിഴലും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്ന ഒരു യന്ത്രമായിരിക്കാം. അന്ന് രാത്രി അന്തരീക്ഷത്തിൽ കറുത്ത ഒരു ഊർജം തങ്ങിനിന്നു. കർമ്മം നടത്തുന്നതിനായി ജോസ് ചേട്ടന്റെ വീട്ടിലെ മട്ടുപ്പാവിലാണ് വേലായുധൻ മേനോൻ തയ്യാറെടുത്തത്. മന്ത്രവാദത്തിനായുള്ള വസ്തുക്കൾ അദ്ദേഹം നിരത്തി. ഭസ്മം, കവടി, ഉണങ്ങിയ പൂക്കൾ, ചന്ദനത്തിരികൾ. മധ്യത്തിലായി കുളത്തിലെ വെള്ളം നിറച്ച കുപ്പിയും രഞ്ജിത്തിന്റെ മെറ്റൽ ബോട്ടിലും വെച്ചു. കൃത്യം 11 മണി. കാറ്റ് നിലച്ചു. കാടിന്റെ ശബ്ദം പോലും നിലച്ചതുപോലെ. മരണത്തിന്റെ നിശബ്ദത. വേലായുധൻ മേനോൻ ക്രിയകൾ ആരംഭിച്ചു. അദ്ദേഹം നിലത്തു മന്ത്രങ്ങൾ കുറിച്ചു. ഹോമം പോലെ ഭസ്മം പൂക്കളും വിതറി. അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം നേർത്തതായിരുന്നു. പിന്നീടത് കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളായി മാറി. ആ മന്ത്രോച്ചാരണങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയപ്പോൾ മട്ടുപ്പാവിലുണ്ടായിരുന്ന ജോസ് ചേട്ടനും അശ്വതിക്കും നെഞ്ചിടിപ്പ് നിലയ്ക്കുന്നതായി തോന്നി. താഴെ കൈരളി ഹോം സ്റ്റേയുടെ മുറിയിൽ കിടന്നിരുന്ന രഞ്ജിത്ത് ടെന്റിനുള്ളിൽ പിടയുന്ന ശബ്ദം അവർ കേട്ടു. അവനെ ആ ശക്തി പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നതിന് മുൻപേ കർമ്മി തന്റെ ക്രിയ ആരംഭിച്ചിരിക്കുന്നു. കൃത്യം 11:30 രഞ്ജിത്ത് ടെന്റിന്റെ സിബ് തുറന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ അവന് നടക്കാൻ കഴിഞ്ഞില്ല. അവൻ കുളത്തിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടു. പക്ഷെ അവന്റെ ശരീരം അവനെ അനുസരിച്ചില്ല. അവൻ നിലത്ത് കിടന്ന് പിടഞ്ഞു. അവന്റെ വായിൽ നിന്ന് നേർത്ത മൂളലുകൾ മാത്രം പുറപ്പെട്ടു. മട്ടുപ്പാവിൽ കർമ്മി രഞ്ജിത്തിന്റെ വെള്ളക്കുപ്പിയിലേക്ക് നോക്കി. ബന്ധനം. അദ്ദേഹം അലറി. അദ്ദേഹം കുളത്തിലെ വെള്ളം നിറച്ച കുപ്പിയെടുത്തു. അത് മന്ത്രം ജപിച്ച് രഞ്ജിത്തിന്റെ മെറ്റൽ ബോട്ടിലേക്ക് ഒഴിച്ചു. ഇരുട്ടിനെ നേരിടട്ടെ. കർമ്മി കുളത്തിലെ വെള്ളം ആവാഹിച്ച കുപ്പിയെടുത്ത് മന്ത്രം ജപിച്ച് മട്ടുപ്പാവിന്റെ മൂലയിൽ വെച്ച് ഒഴിഞ്ഞു. എന്നിട്ട് അത് കുളത്തിൽ പ്രതിഫലിക്കാൻ കഴിയുന്ന ഒരു കോണിൽ വയ്ക്കാൻ അശ്വതിയോടും ജോസ് ചേട്ടനോടും ആവശ്യപ്പെട്ടു. നിങ്ങൾ ഭയക്കരുത്. ആ സ്ത്രീയുടെ പ്രതിബിംബം ഇതിൽ കാണാം. അവളിപ്പോൾ നിസ്സഹായയാണ്. അവർ ആ കുളത്തിലെ വെള്ളത്തിൽ നോക്കി. അതിൽ 26-27 വയസ്സുള്ള ഒരു യുവതിയുടെ രൂപം തെളിഞ്ഞു. അവളുടെ മുഖത്ത് കടുത്ത ദേഷ്യവും ദുഃഖവും നിഴലിച്ചു. അവളുടെ മുടിയിഴകൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നി. അവൾ കുളത്തിന്റെ നടുവിലെ തുരുത്തിനു മുകളിൽ നിസ്സഹായയായി നിൽക്കുകയായിരുന്നു. കർമ്മി തന്റെ കണ്ണുകൾ അടച്ച് ശക്തിയായ മന്ത്രം ജപിച്ചു. വേലായുധൻ മേനോൻ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പു തുള്ളികൾ താഴേക്കൊലിച്ചു. അദ്ദേഹം കുളത്തിലെ പ്രതിബിംബത്തെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അതോറിറ്റിയോടെ ചോദിച്ചു, ആരാണ് നീ? നീ എന്തിനാണ് ഈ ബാലനെ ഉപദ്രവിക്കുന്നത്? മറുപടി വന്നത് കുളത്തിലെ വെള്ളത്തിൽ നിന്നായിരുന്നില്ല. മറിച്ച് മട്ടുപ്പാവിന്റെ പലകകൾക്കടിയിൽ നിന്നും കാറ്റിന്റെ ഇരമ്പലുകൾക്കിടയിൽ നിന്നുമായിരുന്നു. അത് ഭീകരമായൊരു പ്രതിധ്വനിയായിരുന്നു. തണുത്തുറഞ്ഞതും നേർത്തതും, എന്നാൽ 1000 വർഷത്തെ ദേഷ്യം പേറുന്ന ഒരു സ്ത്രീ ശബ്ദം. സരിക. ഞാൻ അവൻ്റേതാണ്. എന്നെ തനിച്ചാക്കിപ്പോയ എൻ്റെ ആളാണവൻ. അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആ ശബ്ദം കേട്ട ജോസ് ചേട്ടൻ ഭയന്ന് നിലത്തിരുന്നു പോയി. അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ പേടി അവളെ മരവിപ്പിച്ചു. കർമ്മിക്ക് കാര്യം മനസ്സിലായി. ഇത് കേവലം കുടിയിരിപ്പല്ല, ഇത് പ്രതികാരവാഞ്ചയാണ്. നിന്റെ ലോകം അവസാനിച്ചു. ഇനിയെങ്കിലും അവനെ വെറുതെ വിടുക. കർമ്മി വീണ്ടും ചോദ്യമുയർത്തി. വെറുതെ വിടാനോ? അവൾ, അതായത് അശ്വതി, എന്റെ സ്ഥാനത്ത് കിടക്കാൻ ശ്രമിച്ചു. അവളുടെ കഴുത്തിൽ എന്റെ കൈ പതിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഭർത്താവ്, അവൻ എന്റേതാണ്. ഈ തുരുത്ത്, ഈ കുളം, ഇവിടമെല്ലാം എന്റേതാണ്. അവൻ ഇവിടെ വന്നത് എന്റെ അടുത്തേക്കാണ്. സരികയുടെ ശബ്ദം കുളത്തിലെ രൂപത്തിൽ നിന്ന് ഭീകരമായ അലർച്ചയായി അന്തരീക്ഷത്തിൽ മുഴങ്ങി. താഴെ ഹോം സ്റ്റേയിൽ രഞ്ജിത്തിന്റെ മുറിയിൽ നിന്ന് ഒരു തകർന്നു വീഴുന്ന ശബ്ദം കേട്ടു. അവന്റെ ശരീരം ആ ശക്തിയുടെ പിടിയിൽ നിന്ന് വിട്ടുപോവാൻ ശ്രമിക്കുകയാണോ? വേലായുധൻ മേനോൻ ഭസ്മം വാരിയെടുത്ത്, നിന്റെ മാധ്യമം എന്റെ കൈവശമാണ്, നിന്റെ ശക്തിയുടെ ചിഹ്നം ഞാൻ തകർക്കും എന്നലറിക്കൊണ്ട് വെള്ളക്കുപ്പിയിലേക്ക് ഭസ്മം എറിഞ്ഞു. വെള്ളക്കുപ്പിയിലെ പ്രതിബിംബം ഒരു നിമിഷം ഞെട്ടിവിറച്ചു. സരികയുടെ രൂപം വേദനയോടെ മുഖം ചുളിഞ്ഞു. അവളുടെ ദേഷ്യം നിറഞ്ഞ കണ്ണുകൾ കർമ്മിയെ നോക്കി. എന്നിട്ടൊരു വലിയ തേങ്ങലോടെ ആ രൂപം കുളത്തിലെ കറുത്ത വെള്ളത്തിൽ അപ്രത്യക്ഷമായി. കർമ്മി ക്രിയ പൂർത്തിയാക്കി. അന്തരീക്ഷം ശാന്തമായി. കാറ്റ് മരവിച്ചു നിന്നു. നിശബ്ദത മാത്രം. രഞ്ജിത്തിലെ ബന്ധനം തകർന്നിരിക്കുന്നു. ആ രാത്രിയിലെ ഭീകരമായ ഏറ്റുമുട്ടലിന്റെ ക്ഷീണത്തിൽ വേലായുധൻ മേനോൻ നേരം പുലരും വരെ മട്ടുപ്പാവിൽ തന്നെയിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ
ജോസ് ചേട്ടനും അശ്വതിയും ഭയപ്പാടോടെ കൈരളി ഹോം സ്റ്റേയിലേക്ക് തിരികെ പോയി. ഹോം സ്റ്റേയിൽ തിരിച്ചെത്തിയ ക്ഷീണിതനായ രഞ്ജിത്തിനെ കാത്ത് കർമ്മി ഇരിക്കുന്നുണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ കണ്ണുകളിൽ പതിവ് ഭ്രാന്തൻ തിളക്കമുണ്ടായിരുന്നില്ല. പകരം കടുത്ത ആശയക്കുഴപ്പവും പേടിയും ശൂന്യതയും മാത്രം. അവന്റെ ശരീരം വിറച്ചു. അവന്റെ താൻ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. മോനെ, സരിക ആരാണ്? വേലായുധൻ മേനോൻ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ആ പേര് ഏട്ടതും രഞ്ജിത്തിന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞു. അത് മന്ത്രക്രിയയുടെ ഫലമായിരുന്നില്ല, മറിച്ച് അവന്റെ ആത്മാവിൽ ആ പേരുണ്ടാക്കിയ പേടിയായിരുന്നു. അവൻ ആകെ തകർന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വിതുമ്പി അവൻ വെളിപ്പെടുത്തി, സരിക, അവൾ എന്റെ മുൻ ഭാര്യയായിരുന്നു. 1 വർഷം മുൻപ് ഞാൻ ഓടിച്ച കാറപകടത്തിൽ അവൾ മരിച്ചുപോയി. അതൊരു വലിയ ദുരന്തമായിരുന്നു. രഞ്ജിത്ത് ജോലി ചെയ്യുന്ന മേശപ്പുറത്തെ പേഴ്സിൽ താൻ സൂക്ഷിച്ചിരുന്ന സരികയുടെ ഫോട്ടോ അവൻ ഓർമ്മ വന്നു. അവൻ പേഴ്സ് തുറന്ന് ആ പഴയ ചിരിക്കുന്ന ഫോട്ടോ കയ്യിലെടുത്തു. അതിലൂടെ സരികയുടെ മുഖം കണ്ടപ്പോൾ അവന്റെ നെഞ്ച് പിടച്ചു. ആ ചിരിക്കുന്ന മുഖം ഇപ്പോൾ രാത്രിയിൽ കുളത്തിലൂടെ നടന്നുപോയ നിഴലായി മാറിയത് അവന് വിശ്വസിക്കാനായില്ല. മോനെ, ഇതിന്റെ പേരിലാണ് നിന്റെ ജീവൻ പോകുന്നത്. കർമ്മി ആ ഫോട്ടോ കൈക്കലാക്കി. അത് രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ അവൻ വേദനയോടെ ഒരു അലർച്ച പുറപ്പെടുവിച്ചു. കർമ്മി ഫോട്ടോയുടെ പിന്നിലെ തേഞ്ഞ കോണുകളിലേക്ക് നോക്കി. ഇതൊരോർമ്മ മാത്രമല്ല രഞ്ജിത്ത്, നിന്റെ ദുഃഖവും കുറ്റബോധവുമാണ് അവളെ ഈ ഫോട്ടോയിലേക്ക് ബന്ധിച്ചത്. അവൾ നിന്നിൽ വസിച്ചിരുന്നു, നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി. ഈ തുരുത്താണ് അവളുടെ ഇരിപ്പിടം. ഈ ഫോട്ടോ അവളുടെ ശക്തിയുടെ യന്ത്രമായി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് നീ അറിയാതെ അവൾ അശുദ്ധിയെ ഉപദ്രവിച്ചത്. അവൾ നിന്റെ പുതിയ പ്രണയത്തെ തകർക്കാൻ ശ്രമിച്ചത്. അവൾ നിനക്ക് വേണ്ടി ഈ ലോകത്തൊരു ഹോമം നടത്തുകയായിരുന്നു. അശുദ്ധിയുടെ ഷൂസുകൾ കത്തുകയും നീ കുളത്തിലേക്ക് നഗ്നനായി നടന്നതുമെല്ലാം ആ ഹോമത്തിന്റെ ഭാഗമാണ്. നിന്റെ ശരീരം അവൾക്ക് സമർപ്പിക്കാനുള്ള ക്രിയ. ഇനിയും 1 ആഴ്ച കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ആത്മാവ് പൂർണ്ണമായി അവൾ കടിമപ്പെട്ടേനെ. കർമ്മയുടെ വാക്കുകൾ രഞ്ജിത്തിന്റെ ചെവിയിൽ ഇടിമുഴക്കം പോലെ പതിച്ചു. രഞ്ജിത്ത് തലകുനിച്ചു. സരികയുടെ ഓർമ്മ അതുതന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന തണുത്ത നിഴലായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. കർമ്മിയുടെ വാക്കുകൾ കേട്ട് രഞ്ജിത്ത് നിസ്സഹായനായി നിന്നു. അവന്റെ മുഖത്ത് ആ പഴയ ഭീകരമായ ചിരി മാഞ്ഞുപോയിരുന്നു. പകരം ആഴത്തിലുള്ള ഒരു വേദന നിറഞ്ഞു. കർമ്മം പൂർത്തിയാക്കാനുള്ള സമയം സമാഗതമായി. വേലായുധൻ മേനോൻ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സരികയുടെ ഫോട്ടോ ഹോം സ്റ്റേയുടെ പുറകുവശത്തുള്ള ഏലത്തോട്ടത്തിന് അതിരിലെ നനഞ്ഞ മണ്ണിൽ വെച്ച് വിധികൾ ആരംഭിച്ചു. ജോസ് ചേട്ടനും അശ്വതിയും ഭയത്തോടെ എന്നാൽ പ്രതീക്ഷയോടെ അടുത്തുനിന്നു. കർമ്മി ഫോട്ടോയിലേക്ക് മന്ത്രം ചൊല്ലി 3 തവണ ഭസ്മം വിതറി. എന്നിട്ട് ഒരു ദീപം കത്തിച്ചു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മടങ്ങുക, ബന്ധനം തകർത്താലും. തീജ്വാല ഉയർന്നു പൊങ്ങി. കഠിനമായ ചന്ദനത്തിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നു. ഫോട്ടോ പൂർണ്ണമായി കത്തിയമരുന്നതിന് തൊട്ടുമുൻപ് ആ തീജ്വാലയിൽ സരികയുടെ ചിരിക്കുന്ന മുഖം 1 നിമിഷം തിളങ്ങി. എന്നിട്ട് അത് ദേഷ്യത്തോടെ ചുളിഞ്ഞു. ഒരു നേർത്ത നിലവിളിയായി കാറ്റിൽ അലിഞ്ഞുപോയി. ആ നിലവിളി അത് കേവലം കാറ്റായിരുന്നില്ല, ഒരു സ്ത്രീയുടെ ആത്മാവിൻ്റെ അന്ത്യയാത്രയുടെ തേങ്ങലായിരുന്നു. അത് മലയിടുക്കുകളിൽ അലയടിച്ചു, കുളത്തിലെ കറുത്ത വെള്ളത്തിൽ തട്ടി പ്രതിധ്വനിച്ചു. എന്നിട്ട് പൂർണ്ണമായി നിശബ്ദമായി. അശ്വതിയും ജോസ് ചേട്ടനും പരസ്പരം നോക്കി. അവർക്ക് വിശ്വാസം വന്നില്ല. രഞ്ജിത്ത് മോചിതനായിരിക്കുന്നു. സരികയുടെ ഫോട്ടോ പൂർണ്ണമായി കത്തിയമർന്നു. കർമ്മി ആ ഭസ്മം ഒരു മൺകുടത്തിൽ ശേഖരിച്ചു. ഇത് തുരുത്തിൽ നിക്ഷേപിക്കണം. ഇനി അവൾക്ക് ഇവിടെ ബന്ധനമുണ്ടാകില്ല. രഞ്ജിത്ത് മണ്ണിലേക്ക് നോക്കി. അവൻ്റെ ശരീരത്തിലെ കറുത്ത ചരടുപോലുള്ള പാടുകൾ പതിയെ മങ്ങാൻ തുടങ്ങി. 3-4 ദിവസങ്ങൾക്കുള്ളിൽ രഞ്ജിത്ത് പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മാഞ്ഞു. അവൻ്റെ മുഖത്ത് പഴയ ചിരിയും തെളിമയും തിരികെ വന്നു. ഞാൻ എന്തൊക്കെയാ ചെയ്തത്? എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ തലയിൽ ആരോ ചങ്ങലയിട്ടതുപോലെയായിരുന്നു. അശ്വതിയുടെ കഴുത്തിൽ ഞാൻ. രഞ്ജിത്ത് പേടിയോടെ അശ്വതിയോട് പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ അവനെ ചേർത്തു പിടിച്ചു. സാരമില്ല രഞ്ജിത്ത്, സാരമില്ല. നിങ്ങൾ സുരക്ഷിതനാണ്. പക്ഷേ ആ മോചനത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അശ്വതിക്കറിയാമായിരുന്നു. രഞ്ജിത്ത് സാധാരണ നിലയിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ രഞ്ജിത്ത് എന്ന വ്യക്തിയിൽ അവശേഷിച്ചിരുന്നത് ഭീകരമായ ശൂന്യതയും കുറ്റബോധവുമാണ്. ദിവസങ്ങളോളം അവൻ നിശബ്ദനായിരുന്നു. സംസാരിക്കുമ്പോൾ പോലും 1 വർഷം മുൻപ് മരിച്ച ഭാര്യയുടെ ഭീകരമായ ഓർമ്മകൾ അവനെ വേട്ടയാടി. അശ്വതിയുടെ മനസ്സിൽ രഞ്ജിത്തിനോടുള്ള പഴയ സ്നേഹത്തിന് മുകളിൽ മറ്റൊരു ഭയം നിഴൽ വീഴ്ത്തി. അവൻ തന്നോട് മറച്ചുവെച്ച സത്യം, അവൻ്റെ മരിച്ച ഭാര്യയുടെ ഫോട്ടോയും അവനിലെ ഇരുണ്ട ചിന്തകളും. ഈ മനുഷ്യൻ
തൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് സത്യസന്ധനായിരുന്നത്? തൻ്റെ പ്രണയം ഒരാത്മാവിൻ്റെ പ്രതികാരത്തിന് കാരണമായി. തൻ്റെ ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന ഒരവസ്ഥയിലേക്ക് താൻ എത്തിപ്പെട്ടു. ഒരു വൈകുന്നേരം ഏലത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അശ്വതി തൻ്റെ തീരുമാനമറിയിച്ചു. രഞ്ജിത്ത്, എനിക്ക് നിങ്ങളോടൊപ്പം തുടരാൻ കഴിയില്ല. അവളുടെ ശബ്ദം ദുഃഖവും ദൃഢതയും കലർന്നതായിരുന്നു. രഞ്ജിത്ത് തകർന്നുപോയി. അവൻ്റെ കണ്ണുകളിൽ ഭയം കലർന്ന നിസ്സഹായത. അശ്വതി, പ്ലീസ്, ഞാനിപ്പോൾ സുരക്ഷിതനാണ്. ഞാനായിരുന്നില്ല, അവളായിരുന്നു. നിങ്ങൾ സുരക്ഷിതനായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഏറ്റവും വലിയ ദുരന്തം നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. നിങ്ങൾ കാരണമാണ് ആ നിഴൽ എന്നെ ഉപദ്രവിക്കാൻ വന്നത്. ആ കറുത്ത കൈവിരലുകൾ എൻ്റെ കഴുത്തിൽ അമർന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നിങ്ങൾ എന്നോടിത് വേണ്ടിയിരുന്നില്ല രഞ്ജിത്ത്. ഞാൻ വിശ്വസിച്ചു പോയ പ്രണയമായിരുന്നു അത്. അവളുടെ വാക്കുകൾ രഞ്ജിത്തിൻ്റെ നെഞ്ചിൽ തറച്ചു. അവൾ രഞ്ജിത്തുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. രഞ്ജിത്ത് അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചില്ല. അവനിലെ പഴയ മനുഷ്യൻ നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് ദുഃഖിച്ചെങ്കിലും അവനിലെ പുതിയ ഭയം അതിനെ മറികടന്നു. അവനറിയാം, ഈ ബന്ധം തുടർന്നാൽ തുരുത്തിലെ നിഴൽ വീണ്ടും അവരെ തേടിയെത്തിയേക്കാം. അവൻ്റെ 6 മാസത്തെ കൺട്രാക്ട് പൂർത്തിയാകാനായിരുന്നില്ല. എങ്കിലും അവിടെ തുടരാൻ അവന് ഭയമായിരുന്നു. ആ ഗ്രാമം, ആ കാവ്, ആ തുരുത്ത് എല്ലാം അവന് പേടിസ്വപ്നങ്ങളായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്തു. ജോസ് ചേട്ടനോട് യാത്ര പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ഒരുതരം ഒഴിഞ്ഞുപോകലുണ്ടായിരുന്നു. ഒരു നന്ദിവാക്കുപോലും പറയാതെ അവൻ കുത്തനെയുള്ള പടവുകൾ കയറി കൊച്ചിയുടെ തിരക്കിലേക്ക് തിരിച്ചുപോയി. അവൻ രക്ഷപ്പെടുകയായിരുന്നു. സരികയുടെ ഓർമ്മകളിൽ നിന്നും, വയനാടിൻ്റെ തണുത്ത നിഴലുകളിൽ നിന്നും. പക്ഷേ ആ ഭയം അവനിൽ നിന്ന് വിട്ടുപോയില്ല. നഗരത്തിൻ്റെ തിരക്കിൽ പോലും രാത്രി 11:30 അവൻ്റെ മുറിയിൽ ചന്ദനത്തിൻ്റെ ഗന്ധം അടിച്ചു വീഴുന്നത് അവനറിഞ്ഞു. തണുത്ത കാറ്റ് അവനെ തൊട്ടു തലോടുമ്പോൾ സരിക എന്നവൻ്റെ കാതിൽ ആരോ മന്ത്രിക്കുന്നതുപോലെ തോന്നി. അവൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ തട്ടക്കാടിൻ്റെ കുളവും തുരുത്തും പതിവായി തെളിഞ്ഞു വന്നു. അതവനെ വിളിക്കുകയായിരുന്നു. അവൻ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചു. പക്ഷേ ആ തുരുത്തിലെ നിഴൽ അവൻ്റെ മനസ്സിൽ വേരുറപ്പിച്ചു. രാത്രി 11:30 അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരും. അവൻ വിയർക്കും, ചുറ്റും ഇരുട്ടിൽ നോക്കും. അവനെ പിന്തുടരുന്നത് സരികയുടെ ആത്മാവായിരുന്നില്ല, മറിച്ച് അവൻ്റെ കുറ്റബോധവും താൻ മറച്ചുവെച്ച സത്യങ്ങളുമായിരുന്നു. വയനാടൻ ഗ്രാമം ഇന്നും ശാന്തമായി കിടക്കുന്നു. പക്ഷേ അവിടുത്തെ ഓരോ വീടിനും അറിയാം, ചില നിഴലുകൾ, ചില ഓർമ്മകൾ, അവ ഒരിക്കലും മാഞ്ഞുപോകില്ല. പ്രത്യേകിച്ച് രാത്രി 11:30 തുരുത്തിലെ കുളത്തിനരികിൽ. ആ തുരുത്ത് ഇപ്പോൾ നിശബ്ദമാണ്. പക്ഷേ അതടുത്ത ഇരയ്ക്കായി കാത്തിരിക്കുകയാണോ? അതോ രഞ്ജിത്ത് എന്ന മനുഷ്യൻ്റെ തകർന്ന ആത്മാവിനെ ഇപ്പോഴും തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണോ? ആർക്കും അറിയില്ല. പക്ഷേ വയനാടിൻ്റെ തണുത്ത നിശബ്ദതയിൽ ഭയം ശാന്തമായി തുടരുന്നു.